പി എസ് സിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ആണോ, എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഗവൺമെന്റ് ജോബ് ഉണ്ട്. ജോബ്സ് ഉണ്ട്. നമ്മൾ അത് ഹണ്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയി ചെയ്യേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു ശരിക്കും പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആളുകൾക്ക് അറിയാൻ പോലും ഇല്ല. അറിയത്തില്ല. അതാണ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയത്തില്ല. അതൊരു വലിയൊരു പോയിന്റാണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള ഒരു പോസ്റ്റിനെ കുറിച്ച് ഒരു പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എത്ര ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ സാർ 2014 KCBയുടെ AE എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2014 ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എക്സാംസിലേക്ക് വരുന്ന സമയത്ത് PSCയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ആണോ, എന്താ സംഭവിച്ചിട്ടുള്ളത് PSCയിൽ? PSC കുറച്ചും കൂടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയി സിസ്റ്റമാറ്റിക് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പൊ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിലബസ് ആണെങ്കിൽ പണ്ട് നമ്മുടെ ഇലക്ട്രിക്കലിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വാരി വലിച്ചിട്ടുണ്ടാവും അല്ലേ. ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റം, മൈക്രോ കൺട്രോളർ, പ്രോസസർ ഒക്കെ സിലബസിനകത്ത് എല്ലാ കണ്ടന്റും ഉണ്ടാവും. അതൊക്കെ വാരി വലിച്ചെന്ന് പറയുമെങ്കിൽ പോലും നമുക്ക് ശരിക്കും ഫീൽഡിൽ റിക്വയർഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ അതിനകത്ത് നിന്ന് എത്ര വെയിറ്റേജ് വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമിനേഷന്റെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഷീൻസിനകത്ത് നിന്ന് ഒരു 25 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, പവർ സിസ്റ്റത്തിനകത്ത് നിന്ന് 25 ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഇപ്പോഴത്തെ ഒരു അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ചും കൂടെ സിമ്പിളർ ആയിരുന്നു. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ആ സമയത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊക്കെ കുറച്ചും കൂടെ സിമ്പിളർ ആയിരുന്നു. ഇന്ന് ഈ ഒരു സമയത്ത് വരുമ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ മെഷീൻസിന് 10 മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്കിന് പഠിക്കേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറയും. അത് ഇതുവരെയും പഠിച്ചിട്ടില്ല, PSCക്ക് പ്രിപ്പയർ ചെയ്യാത്തവരോട് പറയേണ്ട ഒരു കാര്യം, ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരോടും കൂടെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. ഓരോ സബ്ജക്റ്റിനകത്തു നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെയാണ് ടോപ്പിക്സ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, ഒരു മൈനസ് പോയിന്റും ഉണ്ട്. പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇപ്പോൾ ജനറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ജനറേഷൻ പഠിക്കേണ്ട, സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി പഠിക്കേണ്ട. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്മിഷനിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ട്രാൻസ്മിഷൻ നോക്കിക്കൊണ്ട് പോയാൽ മതി. പക്ഷേ അതിൻ്റെ അവർ ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര ഡെപ്തിലോട്ട് ഇറങ്ങും എന്നുള്ളതാണ്. ആദ്യത്തെ 1-2 പേപ്പേഴ്സൊക്കെ ഈസി ആയിരുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതൊക്കെ ഒരു ആവറേജ്, എബോ ആവറേജ് പരീക്ഷ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന പാറ്റേൺ ചേഞ്ച്, അതായത് KCB സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ, പോളിടെക്നിക് ലെക്ചറർ, നല്ല ലെവലിലേക്ക് പോയി. അത് പോളിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പറയുമ്പോൾ ഒരു കറക്റ്റ് സിലബസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ അതിൽ നല്ല ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയി. നമ്മൾ അതെല്ലാം എക്സ്പെക്ട് ചെയ്തിരിക്കണം എക്സാമിനേഷൻ ടൈം. അസിസ്റ്റന്റ് പ്രൊഫസർ എഴുതിയവരാരും പറയേണ്ട, അത് ഭയങ്കര പാടുള്ള ഒരു പേപ്പറായിരുന്നു. അത്യാവശ്യം നല്ല. അപ്പോൾ അതിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാറിന്റെ മാർക്കാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മാർക്ക് വന്നിട്ടുള്ളത്. പിന്നീട് ബാക്കിയുള്ള ഇന്റർവ്യൂ അതേപോലെ MTech മാർക്സ് കൺസിഡർ ചെയ്തപ്പോഴാണ് സാർ സെക്കൻഡ് റാങ്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ PhD ഉള്ള ആളുകൾക്കൊക്കെ ഒരു 5 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടായിട്ട് ഇപ്പോൾ PhD ഉള്ള ആളുകൾക്ക് ഒരു 5 മാർക്കിന്റെ വെയിറ്റേജ് എക്സ്ട്രാ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അവരെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് MTech ഉള്ള സാറിന് എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയത്? നമുക്ക് 4 മാർക്ക് അവർക്ക് ബോണസ് കിട്ടിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ അതനുസരിച്ച് ലിസ്റ്റിനകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറി പോസിറ്റീവായിട്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ചില ആളുകൾ വേക്കൻസി കുറവാണെങ്കിൽ എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷന് പിന്നോട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. സോ അവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്, നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മാക്സിമം ഒന്നല്ല, നമ്മളങ്ങ് ഫുൾ എഫേർട്ട് എടുക്കണമെന്നുള്ളതാണ്. മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ കുറേ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞാലേ ഫൈനലി, അല്ലാണ്ട് ഒരുപാട് പേരുണ്ട് മാക്സിമം എഫോർട്ട് എടുത്ത് നല്ല രീതിയിൽ പഠിച്ച് എക്സാമിനേഷന് കട്ട് ഓഫിൻ്റെ അവിടെ വന്ന് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് വരാണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ ഫൈനലിലോട്ട് എത്തത്തുള്ളൂ. എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞ് കിട്ടണമെന്നില്ല. പഠിക്കുക വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാന്നുള്ളൂ. ഫൈനൽ പോയിന്റ് ചിലപ്പോൾ ഒരു 1-2 വർഷമൊക്കെ ഡിലേ ആവും, പക്ഷേ ഫൈനൽ നമ്മൾ പോയിന്റ് എത്തും. അപ്പോൾ അവിടെയാണ് എനിക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. സാറ് ഡ്രീം ഡെസ്റ്റിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി മുതൽ സാറ് എത്ര ദിവസമായിരിക്കും ഒരു ദിവസം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇനിയും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക? എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന് സാറിന് ആൻസർ? പഠിക്കാൻ ഇനിയൊരു ഉള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെയുള്ള സ്റ്റഡിയാണ്. അല്ലാണ്ട് ഇനി ഒരു എക്സാമിനേഷനായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പം പഠിച്ച കാര്യങ്ങൾ, ഇത് വർക്ക് ചെയ്ത 2 ഫേമിൽ വർക്ക് ചെയ്തു, ആ പഠിച്ച കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് മാക്സിമം പകർന്നു കൊടുക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ എത്തി. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ ഇരുന്ന് മാക്സിമം ഇനി വരുന്ന പിള്ളേർ, അതായത് ഞാനൊക്കെ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഗൈഡൻസിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു. എന്ത് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേസ്മെൻറ്റും ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ
ഒരു PSC എക്സാമിനേഷൻ ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, ഗേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണോ എന്ന് അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്കൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവരുടെ ഒരുപാട് വർഷം തന്നെ ചിലപ്പോൾ സേവ് ചെയ്യും. ഇപ്പോൾ ഗേറ്റ് പ്രിപ്പയർ ചെയ്ത് നല്ല റാങ്ക് വാങ്ങിച്ച ഒരാൾക്ക് വന്ന് കേരള PSC എഴുതി എന്ന് പറഞ്ഞാൽ കേരള PSC കിട്ടണമെന്നില്ല. PSCയുടെ ഒരു റിക്വയർമെൻറ്റ്, അതിൻ്റെ ഒരു പാറ്റേൺ, അതിനെന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും എഞ്ചിനീയറിംഗ് സർവീസ് എഴുതിയവർക്ക് ഇത് കിട്ടും, ഏത് PSC, കേരള PSC ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഗേറ്റ് കിട്ടത്തില്ല. ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കേരള PSC കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം എന്താണ് പിള്ളേർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഇനിയുള്ള ലൈഫ് മാക്സിമം സ്റ്റുഡൻസിനെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് അവരെയൊക്കെ രക്ഷപ്പെടുത്തി വിടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം. ഇത് ശരിക്കും പറഞ്ഞാൽ സാർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുക എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു ആവശ്യത്തിനേക്കാളും ഈ അവിടെ എത്തുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യം എന്ന് നമ്മൾ പറയുള്ളൂ. കാരണം ആ കുട്ടികൾക്ക് അത്രയും എന്താ പറയുക, എത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ, അതേപോലെ അവരത്രയും ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചറെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് സ്റ്റുഡൻസിൻ്റെ കരിയറിൽ വലിയൊരു ചേഞ്ച്, അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മുടെയൊക്കെ കരിയറിലെ ലൈഫിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് ടീച്ചർ ഉണ്ടാകും. അതുപോലെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇനിയും സാറിനെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഫൈനലി ഇനി നമുക്ക് വെച്ച് പറയാനുള്ളത് നമ്മുടെ വരാനിരിക്കുന്ന PSC ആസ്പിരൻസിൻ്റെ അടുത്താണ്. അവരുടെ അടുത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് സെക്ടർ ജോബിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടർ ജോബിലേക്ക് തന്നെ നിൽക്കണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് പോകണോ, എന്താണ് ഇതിന് സാറിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ? എനിക്ക് പറയാനുള്ളത് ബേസിക്കലി അവരുടെ താല്പര്യം പോലെ. ഇപ്പോൾ ചിലവർക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ റേസ് ചെയ്യണമെന്നായിരിക്കും, ചിലപ്പോൾ പ്രൈവറ്റിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൽ വരാനാണെങ്കിലും ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. PSUs നോക്കാം, പിന്നെ നമ്മുടെ ഗേറ്റ് പോലത്തെ എക്സാമിനേഷൻസ് എഴുതി പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസ്, കേരള PSC. ഇപ്പോൾ എനിക്ക് നാട്ടിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത്, നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഗവൺമെൻറ് ജോബ് ഉണ്ട്. അത് ഹണ്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയി ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആളുകൾക്ക് അറിയത്തില്ല. അതാണ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയത്തില്ല. അതൊരു വലിയൊരു പോയിന്റാണ്. ഇപ്പോൾ സാറ് നിലവിലുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്, അതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള ഒരു പോസ്റ്റിനെ കുറിച്ച് ഒരു പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എത്ര ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ എൻട്രിയിൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഈ എൻട്രിയിൽ പ്ലാറ്റ്ഫോമിൽ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളുണ്ട്. നമ്മൾ ആകെ അറിയുന്നത് KSEBയിൽ ഒരു സബ് എഞ്ചിനീയറും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറും, ഇതാണ് ഇലക്ട്രിക്കലിനുള്ള ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി ഒരുപാട് അവസരങ്ങൾ അവർക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ, നമ്മുടെ നമുക്ക് അറിയാണ്ട് പോകുന്ന കാര്യം. എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ തന്നെ അതിനകത്തുണ്ട്. കാരണം KSEB കഴിഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ആരും അറിഞ്ഞിട്ടില്ല, പറഞ്ഞു തന്നവരില്ല. സോ ആ ഒരു ഇഗ്നോറൻസ് കാരണമാണ് മിക്ക ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നത്. ശരിക്കും ഇപ്പം തന്നെ നോക്കി, KSEB 200 മേലെ കയറാൻ പോകുന്നു, KSEB സബ് എഞ്ചിനീയർ കയറാൻ പോകുന്നു. അപ്പോൾ ഓൾറെഡി കയറി, ഇനിയിപ്പോൾ അടുത്ത വിളിക്കാൻ പോകുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ എങ്ങനെ പോയാലും 10-30 വേക്കൻസി എടുപ്പിച്ച് വരും. അസിസ്റ്റന്റ് പ്രൊഫസർ ഇനി വരാൻ പോകുന്നു. വേക്കൻസി ഇനി റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകും. ഇത്രയധികം വേക്കൻസീസ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എക്സാമിനേഷന് നമുക്ക് ഒരു ഡിസിഷൻ ആദ്യം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമിനേഷൻ എന്നാൽ നാട്ടിൽ നിൽക്കാം, KSEB വേണ്ടി നോക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ചിന്ത മനസ്സിൽ വരുന്നത് അതിന് 3 വർഷം കഴിഞ്ഞിട്ടല്ലേ നോട്ടിഫിക്കേഷൻ ഇനി എപ്പോൾ വരാനാണ് എന്നൊരു ചിന്തയായിരിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവസാനം ഒരുപാട് കിടന്ന് കഷ്ടപ്പെടും. നേരത്തെ ഞാൻ പറഞ്ഞ 1 ക്വിൻ്റൽ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴേ ചെറുതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങാം. ആ സമയത്ത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനേഷന് വേണ്ടി ശരിക്കും പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് വിചാരിച്ച പോലെ കുഴപ്പമില്ലാത്ത റാങ്കും വന്നായിരുന്നു. അത് കഴിഞ്ഞ് അത്രയും ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറിനെ എടുക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് വർക്ക് വൈസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും കുറച്ച് ബിസി ആയിരുന്നു. പക്ഷേ ആ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ നടത്തിയതിൻ്റെ ഒരു ഫലമാണ് ശരിക്കും എനിക്ക് ഈ ഒരു AP എക്സാമിനേഷൻ സമയത്ത് ഭയങ്കര മൈൻഡ് വളരെ ഫ്രീ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കൂടുന്ന ഒരു പേപ്പറാണെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ അതിൻ്റെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യണം. ഒരു പ്ലാനിങ് മനസ്സിൽ വേണം ചെറുതായിട്ട്. നമുക്കിത് കയറണമെന്ന് വിചാരിച്ച് നമ്മൾ ഡെയിലി കുറച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി നടക്കും. നമ്മളിവിടെ പാർട്ട് ടൈമിൽ നിൽക്കുകയാണെങ്കിൽ അത് നടക്കും. നമ്മൾ ഫൈനലി നമ്മളെ ടാർഗറ്റിൽ വന്ന് നിൽക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ട്രൈ കഴിഞ്ഞപ്പോൾ 28 വയസ്സൊക്കെ ആയി. ഇപ്പോൾ ഒരു ട്രൈയിൽ കിട്ടാത്തവരൊക്കെ ഒരുപാട് പേര് വളരെ ഡെസ്പാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല. 28 പോയാൽ അടുത്ത അവർക്ക് 32 അടുത്ത എക്സാമിനേഷൻ അവർ എഴുതായിരിക്കും. 32, 33 ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്നുള്ള. വൺസ് കയറിക്കഴിഞ്ഞാൽ ആളുകൾ ഇത്രയും നാൾ എന്ത് ചെയ്തിരുന്നു എന്നൊന്നും ആരും ചോദിക്കാൻ പോകണില്ല. ഇപ്പം നിങ്ങൾ എന്താണെന്നുള്ളൊരു ചോദ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതാണ് ആ ഒരു പോയിന്റ്. നമ്മൾ ആ ഒരു ദിവസം വരുമെന്ന് വിചാരിച്ചാൽ, കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ചാൽ എന്തായാലും വരും. അതിൽ യാതൊരു ഡൗട്ടൊന്നുമില്ല. പക്ഷേ അതിനുള്ള വർക്ക് നമ്മൾ എടുക്കണമെന്നുള്ളതാണ്.
പലപ്പോഴും ഞാൻ ഈ ഒരു പോയിന്റ് സ്റ്റുഡൻസിലേക്ക് മാക്സിമം ഞാൻ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുള്ള കമൻ്റാണ്, എക്സാംസ് വരുന്നതിന് മുന്നേ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ പോവുക എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ KCBയുടെ സബ് എഞ്ചിനീയർ ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് 1 ഇയർ കഴിഞ്ഞു. ഒരു 2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല, 100% പറയാൻ പറ്റില്ല. അതേപോലെ ഇൻസ്പെക്ടർ എക്സാമിന് ഇപ്പോൾ 2 വർഷം ആകാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സമയവും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാറ് പറഞ്ഞ പോലെ ഡെയിലി കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ബാച്ച്, എല്ലാ എക്സാംസുകൾ കൂടി വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ ഇത്തരം ബാച്ചസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തെ മറ്റൊരു തലത്തിലേക്ക് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്ത ഒരു സ്ട്രഗിൾ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റുഡൻസിന് വരത്തില്ല. കാരണം എല്ലാം നമ്മൾ ഒരുവിധം എല്ലാം എന്താണ് സിലബസ് എന്ന് നോക്കി അതനുസരിച്ചാണ് കണ്ടന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ആഡഡ് പോയിന്റ് ആണ് ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ. നമ്മുടെ ടൈമിലൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തി ഓരോന്ന് പരീക്ഷയാണ് അവസാനം കറക്റ്റ് വഴി ഏതാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു ഡ്രീം അച്ചീവ്മെൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു മൊമെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അതേപോലെ തന്നെ ഞാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ഫാക്കൽറ്റീസിനെയും ഈ സമയത്ത് ഓർക്കുകയാണ്, അവർ എല്ലാവരും അവരെടുത്ത എഫേർട്ടും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു നല്ല റിസൾട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനിലെ ടോപ്പ് 10 5 റാങ്കുകളും നമ്മൾ സ്റ്റുഡൻസിനാണ് വന്നിട്ടുള്ളത്. സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഷാലിക് സാർ ആയിക്കോട്ടെ, സിബിൻ സാർ ആയിക്കോട്ടെ, നമ്മുടെ ലേറ്റ് മെൻറ്റർ ആയിട്ടുള്ള പ്രതി സാറ്, അങ്ങനെ എല്ലാവരും എടുത്ത എഫേർട്ടാണ് ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു റിസൾട്ടാണ്. അവർ തീർച്ചയായിട്ടും അവരും ടീച്ചേഴ്സും എല്ലാവരും, അതേപോലെ തന്നെ നമ്മൾ എൻട്രി ആപ്പിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡോട് നമ്മൾ പറയണം, സ്റ്റുഡൻസിന് അത്രയും ക്വാളിറ്റിയിൽ കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു AI ഫീച്ചേഴ്സ് ഒക്കെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂമെന്റ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഫൈനലി നമുക്ക് എന്താണ് സാറിന് പറയാനുള്ളത്? കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവാം, ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരാവാം, എന്ത് തന്നെയാണെങ്കിലും ഒരു എക്സാമിനേഷന് വേണ്ടി ജസ്റ്റ് വെറുതെ കുറച്ച് പഠിച്ച് നിങ്ങളെ കോൺഫിഡൻസ് പോകരുത് എന്നുള്ളതാണ്. നിങ്ങൾ പല ട്രയൽ ആൻഡ് എറർ മെത്തേഡും പല പ്രതിസന്ധികളും നിങ്ങൾ ഇതിനകത്ത് ഫേസ് ചെയ്യും. പല മെൻ്റൽ ഹരാസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഫൈനലിയെ നിങ്ങളൊന്ന് മോൾഡ് ചെയ്ത് ശരിക്കും ഇതിൻ്റെ ടോപ്പിലേക്ക് വരത്തുള്ളൂ എന്നാണ്. എന്നാൽ ആദ്യത്തെ ഒരു ഫെയിലിയറിൽ അങ്ങ് വീണു പോകരുത്. ചിലപ്പോൾ സൊസൈറ്റി നമ്മളെ പ്രഷർ ചെയ്യും, നമ്മൾ വിചാരിക്കും 100% കിട്ടുമോ, കിട്ടത്തില്ല. അങ്ങനെ വിചാരിക്കണമെന്ന് ആദ്യമൊന്നും കിട്ടത്തില്ല. അതിൻ്റെ റീസൺ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. 1-2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ, ഒന്ന് നമ്മുടെ സബ്ജക്ട് നോളജ്, പിന്നെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്, അതായത് നമ്മളൊരു സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇതിനെ പ്രോപ്പർലി എല്ലാം രജിസ്റ്റർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പ്രോപ്പറായിട്ടുള്ള റിവിഷൻ, പഠിക്കുന്നതിൽ മാത്രമല്ല കാര്യം, റിവിഷൻ അതിനെ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി റണ്ണിങ് റേസിൻ്റെ കാര്യം. റണ്ണിങ് റേസ് ആണെങ്കിൽ നമുക്കറിയാം കൂടെ ഉള്ള ആൾ ഏതുവരെ എത്തിയില്ല എന്നൊക്കെ. സ്വിമ്മിങ് ആണെങ്കിലും ഒക്കെ അറിയാം, ബാഡ്മിൻ്റൺ ആണെങ്കിലും അറിയാം കൂടെ ഉള്ള പ്ലെയറിൻ്റെ. നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൂടെ കളിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എക്സാമിനേഷന് മാർക്ക് കുറവായിരിക്കും. നമ്മൾ ഫുൾ പ്രിപ്പയർ ആയിട്ട് പോയി എക്സാമിനേഷൻ ആദ്യം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പം വിഷമിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ആ മോക്ക് ടെസ്റ്റിൻ്റെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒരിടത്തും കേൾക്കും. നമുക്ക് ഈ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് 100 hours 120 hours നമുക്ക് കൊടുക്കുന്നത് എഫക്റ്റീവ് ആകത്തില്ല. നമ്മളപ്പോൾ അതൊരു 50 to 50 hours നിർത്തുമ്പോൾ മാക്സിമം കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവും. എങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് വേണം എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പം അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോഴും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തിയറിയൊക്കെ ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില മൈനർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റർ തമ്മിലുള്ള ഇൻസുലേഷൻ എന്താണ്, അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ അവസാനം ഇങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ എക്സാമിനേഷനൊക്കെ കൃത്യമായിട്ട് എഴുതാം. എല്ലാ PSC എക്സാമിനും നേരത്തെ പിടിച്ച് രജിസ്റ്റർ ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിൻ്റെ ആൻസർ കീ നോക്കുക, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ സ്ലോലി സ്റ്റെപ്പായി നമ്മൾ ഫൈനലി നമ്മളൊരു
100% സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അരവിന്ദ് സാർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് സാറിൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് 2014 ഫെയിലായി വന്നിട്ടുള്ള ആളാണ്. പിന്നീട് 2024 എത്തുന്ന സമയത്ത് കേരള റാങ്ക് 2 എന്ന് പറയുന്ന ഒരു അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾ കുറച്ച് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം റാങ്ക് ലിസ്റ്റിൽ എത്തിയില്ല എന്നൊക്കെ പറയുന്ന വളരെ സില്ലി ആയിട്ടുള്ള എക്സ്ക്യൂസുകൾ പറയാണ്ട് വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാറ് ഈ ഒരു സെഷനിൽ ത്രൂ ഔട്ട് ശ്രമിച്ചിട്ടുള്ളൊരു പോയിന്റാണ് വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. സോ അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് നിങ്ങൾ ഈ എക്സാമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും വലിയ വിജയങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. താങ്ക് യു അരവിന്ദ് സാർ ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഓക്കെ, താങ്ക് യു എന്നെ ഈ ഒരു സെഷനിൽ വിളിച്ചതിനും. ഇതിന് മുന്നേ നമ്മളിങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വീണ്ടും വന്നിരിക്കാൻ പറ്റിയതിനും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതിനും വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.